ഹേ ഗൈസ്, നമ്മളെ ഡെയിലി വ്ളോഗിന്റെ എത്രാമത്തെ വീഡിയോ അത്? 8ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മള് ഇന്നെന്താണ് നമ്മളെ പരിപാടികൾ കാര്യങ്ങളൊക്കെ എന്താ ഡെയിലി ഉള്ള മാതിരി തന്നെ. അതെ, പക്ഷെ നമ്മളിന്ന് ട്രാക്ക് മാറ്റി പിടിച്ചു. നമുക്ക് ഒരു സ്പോട്ട് കൂടി ട്രെയിൻ കയറിയിട്ട് മറ്റേ ട്രാക്ക് കൂടി പോയാച്ചു. ഒരു സ്ഥലം വരെ പോകണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നിപ്പോ ഒരു സ്ഥലത്ത് തന്നെ പോയാൽ ശരിയല്ലല്ലോ. ചാടി ഇത് മാത്രമായ ശരിയല്ലല്ലോ. ചാടി വേണേ, ചാടി വേണം, അത് അതുണ്ട്. എന്നാലും തുടങ്ങും. അയ്യോ എനിക്ക് വെറുക്കുന്നേ. അക്ഷയം തുടങ്ങി പറയൂ. അപ്പോ നമുക്കെന്തായാലും ഇനി അങ്ങോട്ടൊക്കെ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. സ്പോട്ട് എവിടെയാണ് സ്പോട്ട്? ആരാണ്? എന്താണ്? ഒളോപ്പാറ എവിടെ ആയിട്ടാണ്? ചുളപ്പാറ തന്നെ. ഇതിന്റെ റൂട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്കൊക്കെ. എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളെ ഈ ജില്ലയിലുള്ള ആൾക്കാരല്ലാത്തവർക്ക് അവരും ഇങ്ങോട്ട് വരാൻ പോകില്ല. എന്തായാലും ഇവിടെ കൊറേ ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ബോട്ടല്ല, വഞ്ചിയാണ്. എന്തോ താഴത്ത് തോണിയുണ്ട്. തോണിയൊക്കെ ഉണ്ടാവും. തോണിയൊക്കെ വെള്ളം വന്ന് മൂടിക്കും. ഇവിടെ ഇപ്പൊ ഞായറാഴ്ച, ശനി ഞായറൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. നല്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടികളെ മാത്രം കിട്ടിയ നിങ്ങള് ഇപ്പൊ എത്ര 2-3 വ്ളോഗിൽ ഇപ്പൊ തന്നെയാ മെയിൻ. അപ്പൊ മറ്റേ സ്വഭാവം മനസ്സിലായില്ലേ? കാക്ക വലുതൊക്കെ എന്തായാലും ഇനിയിപ്പോ എന്താ പരിപാടി? ചാടിക്കണം. അതെ, ഇനി ചാടിക്കണം. കുറെ നേരം പിടിച്ചിട്ട് ജമ്മു ഇതത് എന്താക്കിയല്ലേ? വൻകുടൽ ചെറുകുടൽ ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല. മറച്ചു കേട്ടോ. ഇത് ബെറ്റിക്കോട്ടെ കെട്ടി വെച്ചുകൂടെ എന്തുകൊണ്ടല്ലോ എന്തായാലും കുറച്ചായിട്ട് കാണാം. ഇവിടെ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ട് എന്നാണ് പറയുന്നത് തോന്നുന്നത്. ഏതാ കണ്ട്, പക്ഷേ ഇതിപ്പോ ഓപ്പൺ അല്ല. ഇവിടെ ഇപ്പൊ ഹൗസ് ബോട്ട് അല്ലാണ്ട് പിന്നെ വേറെ എന്തൊക്കെയുള്ളത്? ബോട്ട് അല്ലാണ്ട് ബോട്ട് ഹൗസ് ഉണ്ട്. സംഭവം അന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ കുട്ടികളൊക്കെ കണ്ടിച്ച് വന്നേന് സംഭവം. പക്ഷെ ഇവിടെ ആരും ഇല്ല. ഇവനല്ലാണ്ട് സ്കൂളൊക്കെ ഉള്ള ദിവസം കുട്ടികളുടെ ചെയ്തു പറയൂ. സ്കൂൾ എന്താണല്ലോ. അല്ല, സ്കൂളിട്ട് വൈകുന്നേരമൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷെ വരുന്നതായിരിക്കും ഞങ്ങള് കുറെ കുട്ടികളെ കണ്ടിട്ട്. തല എങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നോണ്ട് ഞങ്ങൾക്ക് ബാഗ് കുത്തിരുന്നിട്ട് സിക്കാം. ഞാൻ പിന്നെ അങ്ങനെ നോക്കാന്നില്ല. ഓ, ഞാൻ എന്താ പറഞ്ഞു, ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ നമ്മളെ ബാക്കിൽ നല്ല സുഖാണ്. നമുക്കുണ്ട് അങ്ങനെ. അതെ അതെ, എന്തെങ്കിലുമൊക്കെ പറയും. ഇതിന്റെ അക്കരെ ഏതാണ് സ്ഥലം? അക്കരെ അക്കര അറബിക്കടലാന്ന് തോന്നുന്നുണ്ട്. രണ്ടുപേരി മാത്രം പാടിയായി. എനിക്ക് തോന്നാ ലക്ഷദ്വീപ് ആവുന്നുണ്ട് അപ്പുറത്ത്. ആ അതല്ലേ, നമുക്കൊരു ലക്ഷ്യമല്ല പറ്റില്ലേ? ഒരു ലക്ഷ്യമല്ലാണ്ട് ഓരോ നമുക്ക് പറയാ. കൊറേ ഞണ്ട കണ്ടിട്ടോടെ, പക്ഷെ നമുക്ക് രണ്ടിനെ കൊല്ലാന്ന്. എന്തിനാടാ ആ ജണ്ടു നമ്മളെ പോലെ അനാഥരാവാനോ? നമ്മള് അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എന്തൊക്കെ കേക്കണം. ടേക്ക് 1 2 3. നിങ്ങൾ എന്തേത്താണ് ഇങ്ങനെ? നിങ്ങൾ എന്തേ താക്കാണ്? പോലത്തോനെ അങ്ങനെ പറഞ്ഞാൽ മതി. ബീപ്പിട എനിക്ക് എഡിറ്റ് ചെയ്യാനല്ലേ തന്നെ രാവിലെ പോലത്തോനെ എന്ന് പറഞ്ഞാ മതിയോ? എന്താ
ചിന്നക്ഷരങ്ങൾ എടുപ്പിച്ചിരിക്കുക. ഹൈറ്റിന് മക്കളെ എന്താണ് അവിടെ ചുറ്റി കളിക്കുന്നത് നിങ്ങള് ചുറ്റി കളിക്കുന്നത്? നിങ്ങളെന്താ അവിടെ ചുറ്റി കളിക്കുന്നത്? ഞങ്ങളവിടെ ചുറ്റുന്നില്ല. ഞങ്ങളുടെ വള്ളികളോ കറക്റ്റ് കഞ്ചാവോ? കറക്റ്റ് കഞ്ചാവാ ഈ മുഖം കറക്റ്റ് കഞ്ചാവാണ്. രാവിലെ കൂടി അത് പറഞ്ഞോ എടുത്ത് പോയാലേക്ക് പുഴ അല്ലത് കായല. എന്ത് കായല പറയാനില്ല, ഞാൻ അടിച്ച് എറിയൂ. കാണോ അതിനൊക്കെ വന്നാ ഒന്ന് പേടിച്ചിട്ട്. ഓ പറയാന്ന് അപ്പൊ കേസ് നമ്മളങ്ങനെ എന്താ പറയാ ഇവിടുന്ന് എല്ലാം നീങ്ങാനുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. അതെ, ആൾക്കാരൊന്നുമില്ല, എല്ലാരും പോയി. അതെ. അല്ലെങ്കിൽ എന്താ പോകെ ചെന്ന് അങ്ങനെ എന്താ പറയാ ആൾക്കാരൊന്നും വരുന്ന ദിവസമല്ല. ഞങ്ങള് നേരത്തെ പറഞ്ഞല്ലോ, ഞായറാഴ്ച ശനി ഞായറൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരിക. ഇപ്പം 6:50 എന്നിട്ടും ചിലതൊക്കെ ഞങ്ങൾക്ക് കണ്ട് മടുത്ത്. അതെ ആരുടെ ഭാര്യയാണ് ആർക്കാന്നറിയില്ല, എന്തൊക്കെയോ ഒക്കെ. എന്തായാലും അത് നമ്മളെ അതിലേക്ക് നോക്കണ്ട. കടാപ്പുറത്ത് മത്തി ഉണക്കട്ട് അയിമട്രീ വെള്ളത്തിൽ തപ്പി മീര എന്തായാലും നമുക്ക് വല്ല ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോണത് ഇവർക്ക് ഊഹിക്കാതെ ഉള്ളു. തുടങ്ങി പറയുന്ന പോവാ. അതെ അതെ. അപ്പൊ വരുത്തുന്നില്ല. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നിൽക്കാം. എന്തായാലും അങ്ങോട്ടേക്ക് നിൽക്കാം. നമ്മളങ്ങനെ മഴയത്താട്ടോ നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് വണ്ടീനെ കൊള്ളാം. ഏതാണ് ഒരുമാതിരി നല്ല നിങ്ങൾ കമന്റിലൂടെ അതിന്റെ പ്രതിഷേധങ്ങള് അറിയിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നോണ്ടിരിക്കും. ഇതെന്താ എന്തായാലും എന്തെങ്കിലും കാണട്ടെ. അപ്പൊ നമ്മളങ്ങനെ മയത്തിനോട് കേറിയിട്ടുള്ളൂ. ഒച്ചോണ്ട് നിങ്ങൾക്ക് വല്ല കേക്കോണ്ട് അറിയില്ല. എന്തായാലും വേണ്ടില്ല, സമാധാനം മഴയല്ലേ കുറച്ച് ഓടിക്കാൻ പറഞ്ഞ. ഓ അല്ലേലും എപ്പോഴും ഡ്രൈവറാണല്ലേ ഡ്രൈവർ. ചെറിയ കൊണ്ടേക്കോ എനിക്ക് ചെറിയ ഇഷ്ടമാണ് അവിടെ ചെറിയ കല്യാണമത് എന്താ പറയാ പഴം കുടിക്കൂല. അവന് വിചാരിച്ചത് കാട്ടിയിരുന്നു. എന്റെ തീർന്നില്ലേ? ഒരു കടി ഉണ്ടാ ഒരു പേടിയാ. നമ്മളങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിട്ടോ. ഇറങ്ങിയപ്പോ ആടെ ഞങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഒരു അമ്പലത്തിലൊക്കെ പോയപ്പോ ഒരു പ്രസാദം. അപ്പൊ ആകെ അമ്മക്ക് തന്ന് കഴിച്ചോളി മക്കളെ പറഞ്ഞു. മക്കളെ അപ്പൊ ഞങ്ങളങ്ങനെ എന്തായാലും തിരിച്ചു പോവാണ്. ആ പ്രസാദം കാട്ടി കൊടുത്തു. തിരിച്ചു പോകുമ്പോൾ ജാതരാണ് വണ്ടി ഓട്ടേ. അപ്പൊ എന്തായാലും ഇനി നമ്മള് വീട്ടിൽ പോവാ.
ഇത് പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നുമില്ല. ആയില്ല, നല്ല മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഒരുമാതിരി അതെ വേഗം കൂടാണ് കേട്ടെ. അതെ, വീട്ടിലെത്തിട്ടാ. അപ്പൊ നമ്മള് മനുവേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ഇത് നമ്മൾ വളരെ നേരത്തെ കയറി 9:15. അതെ, നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഒന്നും തൊട്ട് വിചാരിച്ച രീതിയിൽ ചെയ്യാൻ പറ്റില്ല. വിചാരിച്ച രീതി വരുന്നില്ല. എന്തായാലും എന്താ പറയാ, അതിന്റെ അതിൻ്റെപ്പാണ്. അതിന്റെ പിള്ളാണ്. അതെ അതെ, എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാരൊക്കെ വാങ്ങിയിട്ട് അടിച്ച് ഞാൻ പൊരേ പെട്ടോ അടിച്ച് വീട്ടിൽ കിടക്കട്ടെ. ഡാഡും ഉണ്ട് കൂടെ കമ്പനിക്ക് ഭാസ്കർജി. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ലൈക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലടുക്കള കൂടി അടിച്ച് എന്താ പറയാ, ഒന്നുമില്ലല്ലോ.